ഹായ്! ഇന്ന് രാവിലെ എണീച്ചിട്ട് ആകെ ഒരു മണ്ടിപ്പാച്ചിലായിരുന്നു. കാരണം ഇന്ന് ആദ്യമായിട്ടാണ് ബസ്സിൽ പോണത്. അപ്പോൾ എനിക്ക് ബസ് പോകാൻ അറിയില്ല. കാരണം ഞാൻ ദുബായിൽ ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണത്. നമ്മൾ സ്റ്റേ ചെയ്യണത് ദുബായ് സൗത്തിലാണ്. ഇവിടെ 1.5 മണിക്കൂർ ഇടവിട്ടിട്ടാണ് ആകെ ബസ് ഉള്ളത്. അപ്പോൾ ഒന്ന് പോയ പിന്നെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുട്ടൂസിന് ഇന്റർവ്യൂ ഉള്ളതുകൊണ്ട് അവൻ ആദ്യം തന്നെ പോയിരുന്നു. ഞാനാണെങ്കിൽ എണീക്കാൻ വേണ്ടിയിട്ട് അവിടെ കടന്നു. പക്ഷേ പെട്ടെന്നാണ് പിന്നെ പുറത്ത് പോകാൻ തോന്നിയത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, വേഗം റെഡി ആയിട്ട് മണ്ടി. പിന്നെ പോണ വഴിക്ക് അച്ഛനെ കണ്ടുകൊണ്ട് സുഖമായി. കാരണം അച്ഛനെ അവിടേക്കുള്ള എളുപ്പവഴി പറഞ്ഞു തന്നു. അതുകൊണ്ട് കറക്റ്റ് സമയത്തിന് അവിടെ എത്താൻ പറ്റി. ഈ കുണുങ്ങി വരാണ് നമ്മളെ ബസ്. ഇതിൽ കയറിയിട്ട് നമുക്ക് മെട്രോയിൽ പോകാൻ. ഇവിടെ ആക്ച്വലി യാത്ര ചെയ്യാനൊക്കെ സുഖം. കാരണം ബസ്സിലാണെന്നുണ്ടെങ്കിലും മെട്രോയിലാണെന്നുണ്ടെങ്കിലും ഒറ്റ കാർഡ് മതി. ആ കാർഡ് റീചാർജ് ചെയ്യുക, അത് ഉപയോഗിച്ച് പേ ചെയ്യുക. ഇതാണ് ആ കാർഡ്. ഇവിടെ മെട്രോ യൂസ് ചെയ്യാൻ സുഖമാണ്. ഈ കാർഡ് ഒന്ന് ടാപ്പ് ചെയ്യാൻ നേരെ പോവാം. നമുക്ക് 2-3 പരിപാടികൾ ചെയ്യാണ്ട്. ഒന്ന് ദുബായ് മോൾ പോകണം. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ബുർജ് ഖലീഫ ഒന്ന് കാണണം. പിന്നെ നമ്മൾ അലിയാക്കനെ കാണാൻ പോകാണ്ട്. സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ മോളിൽ കയറുന്ന സമയത്ത് സൈഡിലേക്ക് നോക്കിയപ്പോൾ നമ്മളെ ബുർജ് ഖലീഫ. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ നേരെ അവിടെ നടന്നു. കുട്ടൂസാണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂക്ക് വേണം. അപ്പോൾ അവൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക്. അപ്പോൾ ഞാൻ മോളിൽ കൂടെ തേരാ പാര ഓരോ കാഴ്ച കണ്ട് നടന്നു. അപ്പം നമ്മളെ തലയുടെ മുകളിൽ ഒരാൾ. അപ്പോൾ ആളത്തെ സ്ഥലം വിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു. അത് കണ്ട് നടക്കുമ്പോൾ ഇത് കണ്ടത് ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഗിറ്റാർ. $20 ലക്ഷം അത്ര അതിന്റെ വില. ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പിന്നെ പണ്ട് കാര്യമല്ലോ. ഈ F1 റേസ് കണ്ടാൽ ഈ കാർ ഇത്ര വലുതാന്ന് വിചാരിച്ചില്ല. പക്ഷേ നേരിട്ടുണ്ടാകുമ്പോൾ അതിന്റെ സൈസ് മനസ്സിലായത്. അങ്ങനെ കുറേ തേരാപ്പാരം നടന്നപ്പോഴേക്ക് വിശപ്പ് വന്നു. അതേപോലെ തന്നെ കുട്ടൂസും വന്നപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഹാർഡ് ഡിസ്ക്കാണ് ഫുഡ് കഴിക്കാൻ പോയത്. അവിടെ 17 ദിർഹത്തിന് നമുക്ക് ഒരു നല്ല ഡബിൾ പാറ്റി ബർഗറും പിന്നെ അതിന്റെ കൂടെ ഓണിയൻ ഫ്രൈസും കിട്ടും. അപ്പോൾ അതും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് കൈ കഴുകാൻ പോകുന്നു. അപ്പോഴേക്കും സമയം കുറച്ചായിരുന്നു. അതുകൊണ്ട് നമുക്ക് ബുർജ് ഖലീഫയ്ക്ക് പോകുമ്പോൾ സമയമില്ല. അതുകൊണ്ട് നമ്മൾ നേരെ നമ്മൾ അളിയാക്കടത്തേക്ക് വിട്ടു. ഇതാ മൊബൈൽ നോക്കി വരണം നമ്മൾ അളിയാക്ക. അങ്ങനെ നമ്മളെ ചെക്കൻ്റെ കൂടെ നേരെ നമ്മൾ അവൻ്റെ ഓഫീസിലേക്ക് വിട്ടു. ഈ കാണാൻ നമ്മുടെ ചെക്കൻ്റെ ഓഫീസ് വെഞ്ചർ പോയിന്റ് LLC. അപ്പോൾ നമുക്ക് ദുബായിൽ എന്താ ആവശ്യമുണ്ടെങ്കിലും നമ്മൾ അളിയാക്കടത്ത് പറഞ്ഞാൽ ഓ സെറ്റാക്കി തന്നോളൂ. ബാക്കിലേക്കാണ് റീഫ, നമ്മൾ അളിയാക്കയുടെ വൈഫാണ്. ഓളുടെ എൻ്റെ വീഡിയോക്ക് തന്നെ കാണിച്ചു തരണം. പിന്നെ അവിടെ നമ്മളെ ചെക്കനോട് നമ്മൾ കരാമര വന്നു. അവിടെ നിന്ന് ഇന്ത്യൻ്റെ കൂടെയാണ് വീട്ടിൽ വന്നത്. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ വന്നപ്പോൾ തന്നെ നേരെ ബ്രെഡും ചമ്മന്തി വെച്ചിട്ട് കഴിക്കാൻ തുടങ്ങി. ഞാൻ വന്ന ടൈമിലൂടെ സിം എടുത്തല്ല, അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേണ്ടി സിം എടുത്തു തുടങ്ങും. കാരണം സിമ്മിൽ ഇവിടെ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാവർക്കും വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ അപ്പം കോർണറൊക്കെയാണ് ഫുഡ് കഴിക്കാൻ പോയത്. ഈ അച്ഛൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളാണ് നമ്മളെ സദ്ദാം ബ്രോ. നമ്മളെ ഇന്ത്യൻ്റെ ഫ്രണ്ടാണ്. പേര് പോലെ തന്നെ അത് അപ്പം കോർണറാണ്. കാരണം ഇഷ്ടം പോലെ വെറൈറ്റി അപ്പം ഉണ്ടായിരുന്നു. അപ്പം പുൾസൈ, അപ്പം മസാല, അങ്ങനത്തെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞാനും കഴിച്ചു സദ്ദാം ബ്രോൻ്റെ അടുത്ത് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ശരി, ബൈ ബൈ.